നമസ്കാരം. ഈ വലിയ ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലോ. ഇതിനിടയിൽ മനുഷ്യന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? എന്താണ് നമ്മുടെ യഥാർത്ഥ റോൾ? ആ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് കണ്ണടച്ചൊന്ന് ആലോചിച്ചാലോ? ഒരു വലിയ ഹാള്, അതിനകത്ത് ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുമുണ്ട്. സിംഹവും പുലിയും പോലുള്ള കരുത്തന്മാർ, ആകാശത്ത് പാറിപ്പറക്കുന്ന പക്ഷികൾ, പച്ചപ്പ് നിറഞ്ഞ കാടുകൾ, ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു സമ്പൂർണ്ണ രൂപം. ഇത്രയും വലിയ ശക്തരായ ജീവികളുടെയൊക്കെ നടുവിൽ അവിടെ ഒരൊറ്റ കാഴ്ച, തീർത്തും ചെറുത്, നിസ്സഹായനായ ഒരു മനുഷ്യക്കുഞ്ഞ്. ഒറ്റനോട്ടത്തിൽ എത്ര ദുർബലനാണെന്ന് തോന്നും, അല്ലേ? അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ശാരീരികമായി നോക്കിയാൽ ഇത്ര ദുർബലനായ ഈയൊരു ജീവി എങ്ങനെയാണ് മറ്റെല്ലാത്തിൽ നിന്നും ഇത്രയേറെ വ്യത്യസ്തനാകുന്നത്? എന്താണ് രഹസ്യം? ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു സിമ്പിൾ ഉദാഹരണം നോക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും, എന്താണ് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നതെന്ന്. അപ്പോൾ ഒരു പുഴയുടെ അടുത്തേക്ക് 3 ജീവികൾ വരുന്നു എന്ന് വിചാരിക്കുക. ആദ്യം വരുന്നത് ഒരു താറാവിൻ കുഞ്ഞാണ്. വെള്ളം കണ്ടതും അതൊരു സംശയമില്ലാതെ ചാടിയിറങ്ങി നീന്താൻ തുടങ്ങും. ഇനി അടുത്തതൊരു ആട്ടിൻകുട്ടി. അതിന് ജന്മന അറിയാം, എനിക്ക് നീന്താൻ അറിയില്ല, വെള്ളത്തിലിറങ്ങിയാൽ അപകടമാണെന്ന്. അതുകൊണ്ടത് പേടിച്ച് പിന്നോട്ട് മാറും. പക്ഷേ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിന് ഈ പറയുന്ന സഹജമായ അറിവുകളൊന്നുമില്ല. അതുകൊണ്ടുതന്നെ ഒരുപക്ഷെ കളിക്കുന്നതിനിടയിൽ വെള്ളത്തിലേക്ക് വീണ് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ചെറിയൊരു കഥ നമ്മളെ ഒരു വലിയ സത്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്: പ്രകൃതവും പിന്നെ സംസ്കാരവും. മൃഗങ്ങളൊക്കെ ജീവിക്കുന്നത് അവയുടെ പ്രകൃതമനുസരിച്ചാണ്. അതായത് ജന്മനാ കിട്ടിയ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു സഹജവാസന, അതനുസരിച്ച് അവ പ്രവർത്തിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. നമ്മൾ ജീവിക്കുന്നത് സംസ്കാരമനുസരിച്ചാണ്. അതായത് നമ്മൾ പഠിച്ചെടുക്കുന്ന അറിവ്, നമ്മുടെ ചിന്ത, നമ്മുടെ ബോധം, ഇതാണ് നമ്മളെ നയിക്കുന്നത്. ഈയൊരു കഴിവ്, ഇതാണ് ഭൂമിയിൽ മനുഷ്യന് ഇത്രയും വലിയൊരു സ്ഥാനം നൽകുന്നതിന്റെ പ്രധാന കാരണം. അതെ, അതാണ് കാര്യം. വെറും ഇൻസ്റ്റിങ്ക്റ്റിന്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാതെ ചിന്തിക്കാനും ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുമുള്ള ആ കഴിവുണ്ടല്ലോ, അതുതന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയും. അപ്പോൾ ഈ ചിന്താശേഷിയും ഈയൊരു പ്രത്യേക സ്ഥാനവും കിട്ടിയത് നമുക്ക് തോന്നിയ പോലെ ജീവിക്കാനാണോ, അതോ ഇതിന് പിന്നിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ വല്ലതുമുണ്ടോ? ആ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്തായെന്ന് നമുക്ക് നോക്കാം. ഭൂമിയിലേക്ക് നോക്കൂ എന്നാണ് പറയുന്നത്. അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ധാന്യവയലുകൾ, ഈന്തപ്പനകൾ, ചിലത് കൂട്ടമായി വളരുന്നു, ചിലത് ഒറ്റയ്ക്ക്. രസമെന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നനയ്ക്കുന്നത് ഒരേ വെള്ളം കൊണ്ടാണ്. എന്നിട്ടും ഓരോന്നിൻ്റെയും രുചി വ്യത്യസ്തമാണ്. ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ചുറ്റുമുള്ളത് വെറുതെ കണ്ടുപോവുകയല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ആഹ്വാനം. നേരത്തെ പറഞ്ഞ അതേ ആശയം ഒന്നുകൂടി ഉറപ്പിക്കുന്നൊരു സൂക്തമാണിത്. ആകാശത്തുനിന്ന് മഴ വരുന്നു, അതുകൊണ്ട് സകല ചെടികളും മുളയ്ക്കുന്നു. ആ ചെടികളിൽ കായ്കളും പഴങ്ങളുമുണ്ടാകുന്നത്, അത് പഴുത്ത് പാകമാകുന്നത്, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നു. ഇതെല്ലാം വെറും യാദൃശ്ചികമല്ല. വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെയും വലിയ അടയാളങ്ങളുണ്ടേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 2 സൂക്തങ്ങളിൽ നിന്നും നമുക്കെന്താ മനസ്സിലാവുന്നത്? ചുറ്റുമുള്ള പ്രകൃതിയെ വെറുതെ കാണാനല്ല, അതിനെ നിരീക്ഷിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിലെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കാനുമുള്ളൊരു കഴിവ്, അതായത് ബുദ്ധിയും വിവേകവും ദൈവം മനുഷ്യന് പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഈയൊരു കഴിവാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനും ഉന്നതനുമാക്കുന്നത്. ഈയൊരു പ്രത്യേക സ്ഥാനത്തെയും ഉത്തരവാദിത്വത്തെയും സൂചിപ്പിക്കാൻ ഖുർആൻ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഖലീഫ. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? സിമ്പിളായി പറഞ്ഞാൽ ഒരു ചുമതല ഏൽപ്പിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ഒരു സൂക്ഷിപ്പുകാരൻ, ഒരു സംരക്ഷകൻ. ഇതൊരു അധികാരത്തിന്റെ വാക്കല്ല, മറിച്ചൊരു വലിയ ഉത്തരവാദിത്വത്തിന്റെ വാക്കാണ്. അതായത് ഈ ഭൂമിയുടെ സംരക്ഷകനായി, അതിന്റെ പരിപാലകനായി ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു എന്നാണ് ഖലീഫ എന്ന വാക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഖലീഫ എന്ന നിലയിൽ നമ്മുടെ പണി എന്താണ്? ഒന്നാമതായി, ഈ ഭൂമിയെയും അതിലെ സകല വിഭവങ്ങളെയും സംരക്ഷിക്കുക. നമ്മളിതിൻ്റെ ഉടമസ്ഥരല്ല, വെറും സൂക്ഷിപ്പുകാർ മാത്രമാണ്. ആകാശത്തും ഭൂമിയിലുമുള്ളതെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, ശരിയാണ്. പക്ഷെ അത് നശിപ്പിക്കാനോ ദുരുപയോഗം ചെയ്യാനോ അല്ല, മറിച്ച് നന്ദിയോടെയും വിവേകത്തോടെയും ഉപയോഗിക്കാനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഭൂമിയുടെ സംരക്ഷകർ അഥവാ ഖലീഫ എന്ന നിലയിൽ നമ്മുടെ യഥാർത്ഥ ഉത്തരവാദിത്തം എന്താണ്? നമ്മൾ ആ ഉത്തരവാദിത്തം എത്രത്തോളം സത്യസന്ധമായി ചെയ്യുന്നുണ്ട്? ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്.